welcome back to Salem Learning. It's me Muhammad Shafiq VK, your chemistry teacher. മക്കളെ എല്ലാവരും നല്ല ഉഷാറായിരിക്കുന്നു, സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എടാ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ സ്കൂളിലും മറ്റുമൊക്കെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും തല ചൊറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഒരു പക്ഷേ ഈ ചാപ്റ്ററിന് ഉണ്ടാവേക്കാം. പക്ഷേ അസ്ത്രക്കാർക്ക് അത് പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഈ ചാപ്റ്റർ വളരെ വൃത്തിയായി തന്നെ ഞാൻ അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് എന്നും കോൺഫിഡൻസ് ആണ്, എൻ്റെ ആത്മവിശ്വാസമാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ പാർട്ട് 1 സാർ കണ്ടന്റ് ആയിട്ട് നമ്മൾ ഗ്യാസിനെ പറ്റിയിട്ട്, വാതകത്തിനെ പറ്റിയിട്ട്, അവരുടെ പ്രോപ്പർട്ടിയെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു. ഇന്ന് നമ്മൾ അതേപോലെ തന്നെ പഠിക്കാൻ പോവാണ്. ലോസ് ഓഫ് ഗ്യാസസ് ഈ ഒരൊറ്റ വീഡിയോ നമ്മൾ സെറ്റാക്കി പഠിക്കാൻ പോവാണ്. ലോസ് ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ 3 തരം ലോയേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ബോയിൽസ് ലോ ആണ്. മക്കൾ, ആദ്യം നിങ്ങൾ ഇതിങ്ങനെ കാണാതെ പഠിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ ലോ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഗ്യാസിനെ പറ്റിയിട്ടാണല്ലോ. ഗ്യാസിനെ പറ്റിയിട്ടാണ്. മാത്രമല്ല ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? വോളിയം ഓഫ് ഗ്യാസും മക്കൾ ഓർക്കണേ, വോളിയം ഓഫ് ഗ്യാസും അതുപോലെ തന്നെ ആരാണ് പ്രഷർ ഓഫ് ഗ്യാസും തമ്മിലുള്ള റിലേഷനാണ് ഏത്? ഈ പറയുന്ന ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പം വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണിത് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഇനി വെറുതെ ഒന്ന് കൈകൊട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഈ നിയമത്തിനുള്ളൂ. എങ്ങനെ ഈ കൈകൊട്ടിയാൽ തീരുന്ന പ്രശ്നം എന്ന് സാറ് പറയുന്നത്? മക്കൾ നോക്കി, എന്താണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ? സ്പേസിനെ നമ്മൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലേ, ഈ നിൽക്കാനുള്ള സ്പേസിനെ. ഇപ്പം എൻ്റെ കൈയിൻ്റെ ഇടയിൽ ഇത്രയും എയർ മോളിക്യൂൾസ് അവിടെ നിൽക്കുന്ന ഒരു വോളിയം ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷർ അപ്ലൈ ചെയ്യുന്തോറും ആ സ്പേസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം കുറയുന്നു എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. വെൻ പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ് അല്ലേ? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. എന്നാലോ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതായത് മർദ്ദം കൂട്ടുമ്പോൾ വ്യാപ്തം കുറയുന്നു, മർദ്ദം കുറയ്ക്കുമ്പോൾ വ്യാപ്തം കൂടുന്നു. അങ്ങനെ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ പറയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ്, വിപരീത അനുപാതം എന്നാ പറയാം. അപ്പം മക്കളെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഞാൻ പറയാനടാ. എന്താ വോളിയം ഓഫ് ഗ്യാസിനെ വി എന്ന് എഴുതാലോ എനിക്ക്. എന്നാൽ മക്കൾ നോക്കിക്കേ, ഈ വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ വി എന്ന് എഴുതിയിട്ട് ഞാൻ പ്രൊപ്പോർഷണൽ സൈന്, ആനുപാതിക ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ എഴുതിയിട്ട് ഡയറക്റ്റ് പി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നേരെയാണ്. അതായത് വി എവിടെയാണോ അവിടെ തന്നെയാണ് പി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേരെ അനുപാതം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എഴുതരുത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ 1/p എന്ന് എഴുതാം. ഇപ്പം നോക്കിയേ, വി മുകളിലാണ്, പി താഴെയാണ്. അതിനർത്ഥം എന്താണ്? വിപരീത അനുപാതം എന്നാണ്. പല കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, സാർ നേരെ അനുപാതത്തിനും വിപരീത അനുപാതത്തിനും ചിഹ്നം സെയിം ആണോ? ചിഹ്നം സെയിം ആണ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും അതിൻ്റെ സൈന് സെയിം ആണ്. പക്ഷേ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? നേരെയാണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് v/1 ഉം 1/p ആണ് ഇവിടെ ഉള്ളത്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉണ്ടടാ, നമ്മൾ 4 ആളുകളെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് നിങ്ങളെ ഞാൻ കഴിഞ്ഞ ഒരു പാർട്ട് 1 നിങ്ങളെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് വോളിയം ഓഫ് ഗ്യാസ്, മറ്റൊന്ന് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്, മറ്റൊന്ന് പ്രഷർ ഓഫ് ഗ്യാസ്, മറ്റൊന്ന് എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ 4 ആൾക്കാരെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ മക്കളെ ഇവിടെ ഇപ്പോൾ ആരൊക്കെയാണ് നമ്മൾ കളിക്കുള്ളത്? വോളിയവും പ്രഷറും ആണ് നമ്മളെ കളിക്കിപ്പം ബോയിൽ നിയമത്തിലുള്ളത്, ബോയിൽസ് ലോയിലുള്ളത്. അതായത് ഇതുണ്ട്. അപ്പോൾ ആരൊക്കെ ഇല്ല? ടെമ്പറേച്ചറും ഇല്ല, നമ്പർ ഓഫ് മോളിക്യൂൾസും ഇല്ല. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഇവിടെ ടെമ്പറേച്ചറും മക്കളെ, ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂളും എന്തായിട്ട് എടുക്കാം? കോൺസ്റ്റന്റ് ആണ്, അതായത് സ്ഥിരമാണ് എന്നാണ് അർത്ഥം. എന്താ അതിനർത്ഥം? സ്ഥിരമാണെന്ന് പറഞ്ഞാൽ അത് മാറാതെ തുടരുകയാണ്, അതായത് അതിൽ ചേഞ്ച് ഇല്ലാതെ തുടരുകയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾ ഒരു 10 ആണെങ്കിൽ 10 തന്നെ ആയിരിക്കണം. ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കണം. അതാണ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഈ ലോ എന്ന് പറഞ്ഞു നോക്കിയ മക്കളെ, പല രീതിയിൽ നമുക്ക് ബോയിൽ നിയമത്തെ പറയാം, ബോയിൽസ് ലോയെ പറയാം. ആദ്യം സാറൊന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് പറയാം. ഈ എഴുതിയത് ബോയിൽ നിയമത്തിന് എന്താണ്? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്, അതല്ലെങ്കിൽ ഗണിത രൂപമാണ്. അപ്പോൾ നോക്കിയേ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഓക്കെ, ഒരു സ്ഥിരമായ താപനിലയിലും തന്മാത്രകളുടെ എണ്ണത്തിലും വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. ഇതാണെന്ത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണോടാ? സെറ്റ് ആണോടാ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇതിൽ മക്കളെ. ഇനി നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്താ? ഇതേ നിയമം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എ ഡെഫിനിറ്റ് മാസ് ഓഫ് വോളിയം എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ നമ്പർ ഓഫ് മോളിക്യൂളിനെ പറ്റി പറയാഞ്ഞത് മക്കളെ? എണ്ണം തുല്യമാണ് എന്ന് പറയുന്നതും എണ്ണം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതും മാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതും സെയിം അല്ലേ? ഓക്കെ, നിങ്ങൾ ഒരു 50 കിലോഗ്രാം ഉണ്ട്, നിങ്ങളെ കൂട്ടുകാരനൊരു 40 കിലോഗ്രാം ഉണ്ട്.
നിങ്ങൾ 2 പേരാണ് ആ റൂമിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 50 + 40 ദാറ്റ് മീൻസ് 90 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ ആ റൂമിൽ 90 കിലോഗ്രാമിലാണെന്ന് പറയുന്നതും 2 ആളാണെന്ന് പറയുന്നതും അത് നിങ്ങൾ 2 പേരാണെന്ന് പറയുന്നതും സെയിം അല്ലേ? അപ്പോൾ അതേ ഞാനിപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ് ടെക്സ്റ്റിലുള്ളത്. പക്ഷെ എന്താണ് അവിടെ ടേം ഒന്ന് മാറ്റി എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളെ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ ആണെന്നുള്ളതാണ്, കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇറ്റ്സ് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതാണെന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. മക്കളെ ഇനി ഇൻവേഴ്സ് സൈൻ ഒഴിവാക്കിയിട്ട് സമചിഹ്നമാക്കണമെങ്കിൽ അഥവാ ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട്. അപ്പോൾ ഇവിടെ 1/p എന്ന് ഇവിടെ ഉണ്ടല്ലോ, 1/p ഇവിടെ ഉണ്ട്. അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. മക്കളെ ഇവിടെ നിങ്ങൾ ആലോചിക്കും, സാർ ഈ കോൺസ്റ്റന്റ് ആണോ? ഈ കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, ഈ കോൺസ്റ്റന്റിന് മലയാളം കേട്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കത്തും സ്ഥിരസംഖ്യ. ഇതൊരു സംഖ്യയാണ് അഥവാ നമ്പർ ആണ് എന്ന് മക്കൾ മനസ്സിലാക്കുക. 1 2 3 പോലെയുള്ള ഒരു നമ്പർ ആയിരിക്കും. സാർ ഏതാണ് നമ്പർ? അത് എക്സ്പെരിമെന്റിൽ ആ സന്ദർഭം അനുസരിച്ച് ആ നമ്പർ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എനിവേ നോക്കണടാ, ഈ കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്? ഞാൻ മാത്തമാറ്റിക്കലി ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ പി എ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് മനസ്സിലാകും PV = കോൺസ്റ്റന്റ് എന്ന് മനസ്സിലാകും. PV = കോൺസ്റ്റന്റ്. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ബോയിൽസ് ലോ. ഇത് പലവട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ബോയിൽസ് ലോ അതല്ലെങ്കിൽ ബോയിൽ നിയമത്തിന്റെ ഗണിത രൂപം ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കും. ഓക്കെ, അപ്പോൾ ബോയിൽ നിയമമായി. ഇനി ബോയിൽ നിയമത്തിന്റെ അപ്ലിക്കേഷൻസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഒന്ന്, ഞാനൊരു അക്വേറിയം കൺസിഡർ ചെയ്യാണ് മക്കളെ. എന്താ കൺസിഡർ ചെയ്യുന്നത്? ഒരു അക്വേറിയം കൺസിഡർ ചെയ്യാണ്. അതിൽ മുഴുവൻ എന്താണ്? വാട്ടറാണ്. ഈ അക്വേറിയത്തിലേക്ക് സാർ എന്ത് ചെയ്യുന്നു? ഒരു ബലൂൺ ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ഈ ബലൂൺ അക്വേറിയത്തിന് താഴേക്ക് പോകും തോറും, അക്വേറിയത്തിന് താഴേക്ക് ഞാൻ ആ ബലൂൺ പ്രസ് ചെയ്യും തോറും ആ ബലൂണിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഏത് നിയമമാണ്? ബോയിൽ നിയമം. കാരണം എന്താണ്? ഞാൻ മുകളിലുള്ള പ്രഷർ അല്ല താഴെ ഉണ്ടാവുക. വെള്ളത്തിന്റെ അടിയിലേക്ക് പ്രഷർ കൂടും, വെള്ളത്തിന്റെ മുകളിൽ പ്രഷർ കുറയും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും അഥവാ വ്യാപ്തം കുറയും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വ്യാപ്തം കൂടും. അപ്പോൾ എന്താണ് റീസൺ? ബോയിൽ നിയമമാണ് കാരണം താഴെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ സൈസ് കുറവാണ്. മുകളിൽ എന്താണ്? പ്രഷർ കുറവാണ്, അതുകൊണ്ടാണ് വോളിയം കൂടുന്നത് അഥവാ സൈസ് കൂടുന്നത്. ഇത് തന്നെയാണ് നിങ്ങളോട് എങ്ങനെയും ചോദിക്കും, എയർ ബബിള് വെള്ളത്തിന്റെ അടിയിൽ നിന്നും മുകളിലോട്ട് വരുമ്പം സംഭവിക്കുന്നത്. എയർ ബബിൾസ് വെള്ളത്തിൻ്റെ അടിയിൽ കുഞ്ഞു ബബിളായിരിക്കും, മുകളിലോട്ട് വരുന്നതോറും ആ ബബിളിൻ്റെ സൈസ് കൂടും. ഇതേ റീസൺ തന്നെയാണ്. അപ്പോൾ ഇത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമം അല്ലെങ്കിൽ ബോയിൽസ് ലോ എന്ന് പറയാനായിട്ട് സാധിക്കണം. ഇനി അടുത്തതാണ് ചാൾസ് ലോ അല്ലെങ്കിൽ ചാൾസ് നിയമം എന്ന് പറയുന്നത്. മക്കളെ ആദ്യം സാറ് പറഞ്ഞ പോലെ ചാൾസ് ലോ ആരൊക്കെ തമ്മിലുള്ള കണക്ഷനാണ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. വോളിയം ഓഫ് ഗ്യാസും ടെമ്പറേച്ചറും തമ്മിലുള്ള കണക്ഷനാണെന്ത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താ കണക്ഷൻ മക്കളെ നോക്കിയേ. ഗ്യാസുകൾക്ക് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് അറിയാം ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ പറക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞു. അതിനർത്ഥം ഈ ഏരിയയിൽ നിന്ന ഗ്യാസ് മോളിക്യൂള് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ അത് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടി അകലെ നിൽക്കാൻ തുടങ്ങും. അതായത് അതിൻ്റെ വോളിയം കൂടാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടാ മക്കളെ, എന്ത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും എന്ന് പറയാം. ടെമ്പറേച്ചർ കുറഞ്ഞാലോ? ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഈ മോളിക്യൂളൊക്കെ അടുത്തടുത്ത് വരാൻ തുടങ്ങും. അതായത് വോളിയം കുറയും എന്ന് പറയാം. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ, താപനില കൂടിയാൽ വ്യാപ്തം കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. താപനില കുറഞ്ഞാൽ, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയും. അതായത് ഒന്ന് കൂടിയാൽ ഒന്ന് കൂടും, ഒന്ന് കുറഞ്ഞാൽ ഒന്ന് കുറയും എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണടാ? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അഥവാ നേരനുപാതമാണ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? V എഴുതുക, അതിൻ്റെ നേരെ തന്നെ എന്ത് എഴുതുക? T എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആരൊക്കെ അറിയാമായിരുന്നു? V അറിയാം, P പ്രഷർ അറിയാം, T ടെമ്പറേച്ചർ അറിയാം, N നമ്പർ ഓഫ് മോളിക്യൂൾ അറിയാം. ഇവിടെ Vയും Tയും ആണുള്ളത്. അങ്ങനെ അപ്പോൾ ഇല്ലാത്തത് ആരൊക്കെയാണ്? Pയും ഇല്ല, Nനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂളും ഇവിടെ എന്താണെന്ന് പറയാം മക്കളെ? കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂളും കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എൻ്റെ മക്കളൊന്ന് പറഞ്ഞേടാ. ഇവിടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ലോയെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കിയേ, സ്റ്റേറ്റ് ചെയ്ത് നോക്കിയേ. പറ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്ന കാരണം ഡെഫിനിറ്റ് മാസ് ആണെന്ന് കേട്ടോ. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. അതാണെന്ത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് മലയാളത്തിൽ എങ്ങനെ പറയാ? ഓക്കെ, പ്രഷർ മർദ്ദവും തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം
അതിൻ്റെ താപനിലക്ക് നേരനുപാതത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എളുപ്പത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടി പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചു കൊടുക്കുക. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ടി ഉണ്ടായിരുന്നു. ആ ടി എന്തുകൊണ്ട് ഗുണിക്കുക? ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക. സ്ഥിരസംഖ്യ അതിനോട് ഗുണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഈക്വൽ സൈനായി മാറും, സമമായി മാറും. ഇനി ടീനെ ഗുണിക്കണം ടി എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരിക്കണം ടി അഥവാ ഇൻറ്റു ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടി എന്നായി മാറും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. വി ബൈ ടി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊരു ഇക്വേഷൻ കിട്ടും മക്കളെ, അല്ലെങ്കിൽ സ്ഥിരസംഖ്യ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് എന്ത് ചാൾസ് ലോ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇതും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മക്കളെ, ഇതിൻ്റെ അപ്ലിക്കേഷൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെയിലത്ത് വെച്ചാൽ ഒരു ബലൂൺ പൊട്ടിപ്പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചാൾസ് ലോയാണ്. വെയിലത്ത് വെക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുന്നു, അപ്പം ബലൂൺ ഗ്യാസ് മോളിക്യൂൾസ് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും, അഥവാ വോളിയം കൂടും. അപ്പോൾ ചാൾസ് ലോ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ചാൾസ് ലോ ആണ്. സമ്മർ സീസണിൽ നമ്മളുടെ വാഹനങ്ങളിലൊക്കെ ടയറിൽ കാറ്റ് കുറച്ചേ അടിക്കാവൂ. എന്താ കാരണം? സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് നല്ല ചൂടുണ്ടാകും. ടയർ ഓടുന്ന സമയത്ത് ടയർ ചൂടാകുമ്പോൾ ഉള്ളിലുള്ള ഗ്യാസും ചൂടാവും. സ്വാഭാവികമായിട്ടും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ കുറച്ചടിച്ചിട്ടില്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടയർ പൊട്ടും. അപ്പോൾ ഏതാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. ചാൾസ് ലോ തന്നെയാണ് അവിടെയും പറയേണ്ടത്. ചാൾസ് നിയമമാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുക എന്താണ്? യെസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ചൂടാക്കിയിട്ട് പൊട്ടുന്നു അല്ലെങ്കിൽ ചൂട് കുറച്ചിട്ട് അത് ചുരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? ചാൾസ് ലോ. ഒരു എക്സാമ്പിൾ പറയാം സാറ്. ഇനി എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂൺ വീർപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. ഫ്രീസറിൽ തണുപ്പാണല്ലോ. അപ്പോൾ ആ ബലൂൺ സൈസ് കുറഞ്ഞു, വോളിയം കുറഞ്ഞു. എന്താ കാരണം? ഫ്രീസറിൽ ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ വോളിയം കുറയും. ചാൾസ് ലോ തന്നെയാണ്. റെഡി ആണല്ലോ? കുഴപ്പമില്ലല്ലോ മക്കളെ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ള ലോ ഏതാണ്? അവഗേഡ്രോസ് ലോ ആണ്. അപ്പോൾ മക്കളെ നോക്കിയേ, വിയും പിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു, വിയും ടിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി ഒന്നുകൂടി ഉണ്ട് ബാക്കി രാമ. ഏതാണത്? വിയും എന്നുമാണ്. അപ്പോൾ ഈ അവഗേഡ്രോസ് ലോ എന്ന് പറയുന്നത്, യെസ്, അവഗേഡ്രോസ് ലോ എന്ന് പറയുന്നത് അപ്പോൾ മക്കളെ നോക്കണേ, അവഗേഡ്രോസ് ലോ എന്ന് പറയുന്നത് വോളിയവും വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും തമ്മിലുള്ള റിലേഷനാണ് ഇത് അവഗേഡ്രോസ് ലോ എന്ന് പറയുന്നത്. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും, തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും തമ്മിലുള്ള റിലേഷനാണ് അവഗേഡ്രോ നിയമം എന്ന് പറയുന്നത്. സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾ ഒരാൾ നിൽക്കുന്ന സ്പേസിലേക്ക് വേറൊരാളും കൂടി വന്നാൽ അവിടെ നിൽക്കാൻ വീണ്ടും സ്ഥലം ആവശ്യമായി വരും, അല്ലേ? ഓക്കെ, നിങ്ങൾ വളരെയധികം തിക്കി നിരങ്ങിയ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ 2-3 ആൾക്കാർ ഇറങ്ങിപ്പോയാൽ അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ കുറച്ചുകൂടി സ്ഥലം കിട്ടും. അതായതടാ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ്? കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ കൂടുതൽ വോളിയം വേണം, സൈസ് വേണം. കുറഞ്ഞ ആൾക്കാർക്ക് നിൽക്കാൻ കുറഞ്ഞ വോളിയം മതി. അതായതടാ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ നിൽക്കാനുള്ള സ്ഥലവും കൂടണം. അതായത് നമ്പർ കൂടുമ്പോൾ വോളിയം കൂടണം. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾ കൂടുമ്പോൾ വോളിയം കൂടും. നമ്പർ ഓഫ് മോളിക്യൂൾ കുറഞ്ഞാലോ വോളിയം കുറയും. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തം കൂടും, തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ വ്യാപ്തം കുറയും. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനാ പറഞ്ഞൂടെ? അപ്പം ഇങ്ങനെ പറയാം, വി പ്രൊപ്പോർഷണൽ ടു എൻ പറയാം. ഇവിടെ ആരൊക്കെയാണ് ഇല്ലാത്തത്? പിയും ഇല്ല, ടിയും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പി ആൻഡ് ടി എന്തായിരിക്കടാ? കോൺസ്റ്റന്റ്. എന്താ കോൺസ്റ്റന്റ് എന്ന് സാർ ആദ്യം പറഞ്ഞു കേട്ടോ. എന്താണ്? സ്ഥിരമായിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? പിയും ടിയും മാറ്റമില്ലാതെ തുടരുമെന്നാണ് അതിൻ്റെ അർത്ഥം. ടെമ്പറേച്ചറും പ്രഷറൊക്കെ എന്താണോ ആ ടെമ്പറേച്ചർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ മാത്രമേ ഈ ലോ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളെ വി പ്രപ്പോർഷണൽ ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണൽ സൈന് മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്ഥിരസംഖ്യ. അവസാനം നമ്മൾ ഈ എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. വി ബൈ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? എ കോൺസ്റ്റന്റ് എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു സ്ഥിരസംഖ്യ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. മക്കളെ ഇതാണ് നമ്മളുടെ അവഗേഡ്രോ നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതല്ലെങ്കിൽ അവഗേഡ്രോസ് ലോയുടെ ഗണിത രൂപം. ഓക്കെ, എനിവേ അവഗേഡ്രോ നിയമത്തിൻ്റെ ഗണിത രൂപം അല്ലെങ്കിൽ അവഗേഡ്രോസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്, ചോദിക്കാറുണ്ട് എക്സാമിന്, എപ്പോഴും ചോദിക്കുന്നതാണ്. പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ്, ബോയിൽസ് ലോ. വി ബൈ ടി ഇസിക്കൽ ടു കോൺസ്റ്റന്റ്, ചാൾസ് ലോ. വി ബൈ എൻ ഇസിക്കൽ ടു കോൺസ്റ്റന്റ് ഏതാണ്? അവഗേഡ്രോസ് ലോ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാ ചോദിക്കുക? ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്, ഏതാണ്? അവഗേഡ്രോസ് ലോ.
ഊതി വീർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ബലൂൺ ഊതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലേക്ക് എയർ പാർട്ടിക്കിൾസ് വീണ്ടും 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 എത്തുന്നു. നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് കൂടുന്നു, അപ്പോൾ വോളിയം കൂടുന്നു. ബലൂണിന്റെ കാറ്റ് ഒഴിച്ചു വിട്ടാലോ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് പുറത്തേക്ക് പോകുന്നു, നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് കുറയുന്നു, വോളിയം കുറയുന്നു. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? അവഗാഡ്രോസ് ലോ ആയിട്ട് ബന്ധപ്പെടുത്താം. അപ്പോൾ ഈ 3 ലോസും നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പഠിക്കാവുന്നതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ചെയ്യും, അതൊക്കെയാണ് നിങ്ങൾ അടുത്ത ഡൗട്ട് ഉണ്ടാവുക. തീർച്ചയായിട്ടും അതിനൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിവിഷൻ ബാച്ച് ഇതാ ആരംഭിക്കുകയായി. ആ അസ്ത്ര 3.0 അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. വളരെ ഉഷാറായി തന്നെ അതിൽ റിവൈസ് ചെയ്ത് തരും. ഒന്ന് അതല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ലൈവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ മോൾ കൺസെപ്റ്റാണ്, നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഭാഗമാണ്. അതായിട്ട് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും സാർ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ അസ്ത്രക്കാരൊക്കെ ഞാൻ അത്രയധികം ട്രീറ്റ് ചെയ്ത് വിട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഠിപ്പിച്ചതൊക്കെ സ്കൂളിലൊക്കെ മറ്റു ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അതിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് കാണിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ഭാഗത്തിൽ ഇതിലും സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാം, കാണാം. നമ്മുടെ എക്സാം ഒക്കെ അടിച്ചു പൊളിക്കണം. പബ്ലിക് ലൈവ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. കഴിയുകയാണെങ്കിൽ റിവിഷൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് ഞാൻ ഇവിടെ നിർത്തുന്നു. സോ വൈൻഡിങ് അപ്പ്.